രാജകുമാര, പ്രണാമം രാജകുമാര. പ്രണാമം. എന്താ ആരാച്ചാരും സൈനികനുമൊക്കെ ഇവിടെ? അത് എന്താ മടിക്കുന്നത്? എന്തിനാണ് പരിഭ്രമിക്കുന്നത്? കാര്യം പറയൂ. ക്ഷമിക്കണം രാജകുമാര. എന്തിന്? രാജകൽപ്പനയുണ്ട് അങ്ങയെ കണ്ടെത്തി ശിരസ് ഛേദിക്കാൻ. എന്നെ കണ്ടെത്തി ശിരസ് ഛേദിക്കാനോ? നല്ല ഫലിതമാണല്ലോ. ആട്ടെ, ശിരസ് ഛേദിക്കാനും തക്കവണ്ണം എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? അടിയന്റെ അറിവ് ശരിയാണെങ്കിൽ രാജഗുരുവിന്റെ ആവലാതി പ്രകാരമാണ് മഹാരാജൻ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളത്. രാജഗുരുവിന്റെ മകൾ കാമിനി കുമാരിയെ അങ്ങ് ബലാത്കാരം ചെയ്ത് നശിപ്പിച്ചതായി രാജഗുരു സഭയിൽ പരാതിപ്പെട്ടിരിക്കുന്നു. അതേ രാജകുമാര. ഞാൻ കാമിനിയെ ബലാത്കാരമായി നശിപ്പിച്ചെന്നോ? അതിനുള്ള എന്ത് തെളിവാണ് മഹാരാജന് കിട്ടിയിരിക്കുന്നത്? എന്റെ പേരിലുള്ള കുറ്റപത്രത്തിൽ മഹാരാജാവ് തുല്യം ചാർത്തി തന്നയച്ചിട്ടുണ്ടോ? ഇല്ല രാജകുമാരൻ, മഹാരാജൻ ഒന്നും തന്നയച്ചിട്ടില്ല. ഉവ്വോ. ബുദ്ധിചാതുര്യാൻ പോയതിനു ശേഷം ഗുരുപുത്രി കാമിനി എന്നെ കാണാൻ വന്നിരുന്നു എന്നത് സത്യമാണ്. ഞാൻ കാമിനിയെ വിവാഹം ചെയ്ത് മഹേന്ദ്രപുരിയിലെ പട്ടമഹിഷിയായിട്ട് വാഴിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. എന്ത്? അത് സാധ്യമല്ലെന്നറിയിച്ചപ്പോ ഗുരുപുത്രിക്ക് ഒട്ടും ചേരാത്ത വിധത്തിൽ അവൾ അപമര്യാദയായിട്ട് പെരുമാറി. അപ്പോൾ കാമിനിയെ തടഞ്ഞതും തള്ളി മാറ്റിയതും പരുഷവാക്കുകൾ പറഞ്ഞതും ഒക്കെ സത്യമാണ്. അതിലുപരിയായി അനീതിയൊന്നും ഞാൻ അവളോട് പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ശിരച്ഛേദത്തിന് അർഹനായ കുറ്റവാളിയാകും? അങ്ങ് പറയുന്നതാണ് സത്യമെന്ന് അടിയങ്ങൾക്കും അറിയാം. പക്ഷേ രാജകൽപ്പന അതനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അടിയങ്ങൾ. ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. അങ്ങ് രാജകൽപ്പന അനുസരിക്കണം. കൽപ്പന നടപ്പാക്കാൻ അടിയങ്ങളോട് സഹകരിക്കണം. അങ്ങ് അടിയങ്ങളോടൊപ്പം കഴുകൻതിട്ടയിലേക്ക് വരുമാറാകണം. ശരി, ഞാൻ അനുസരിക്കാം. രാജശാസന അലംഘനീയമാണല്ലോ. പോകാം. അടിയൻ. ഈ പ്രദേശമാണ് കഴുകൻതിട്ട അല്ലേ? അതേ കുമാര. കഴുകൻതിട്ട എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. എന്റെ പിതാവിന്റെ കൽപ്പന പ്രകാരം അസംഖ്യം കുറ്റവാളികളുടെ ശിരസ് വീണ മണ്ണ്, മനുഷ്യരക്തത്തിന്റെ ഗന്ധം വിട്ടുമാറാത്ത മണ്ണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ അവസാനം എങ്ങനെയെന്നത് ഈശ്വര നിയോഗമുണ്ടാകും. അത് രാജകുമാരനായാലും ശരി, സാധാരണ പൗരനായാലും ശരി, മഹാരാജാവായാലും ശരി. കഴുകൻതിട്ടയിലേക്ക് ഒരു ഇര വന്നു കഴിഞ്ഞുവെന്ന് കഴുകന്മാർക്ക് മനസ്സിലായി. എന്റെ മാംസം കടിച്ചു കയറി തിന്നാനുള്ള ആർത്തിയോടെ അവ വട്ടമിട്ട് പറക്കുന്നത് കണ്ടില്ലേ? കുമാര, തെറ്റായി ധരിക്കരുത്. അടിയന്റെ കർമ്മമാണ് നിർവഹിക്കുന്നത്. ശിക്ഷ നടപ്പാക്കാൻ സമയമായിരിക്കുന്നു. അങ്ങ് ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊള്ളുക. എന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന ഇഷ്ടദൈവങ്ങൾ. എന്നാലും എനിക്ക് അവരോട് ഭക്തിയും ബഹുമാനവുമാണ്. ഒരുപക്ഷെ ഇതെന്റെ വിധിയായിരിക്കാം. ശംഭോ മഹാദേവ. ശിക്ഷാവിധി നടപ്പിലാക്കരുത്. മഹാരാജന്റെ കൽപ്പന ധിക്കരിക്കാൻ ആർക്കും അവകാശമില്ല. അലംഘനീയമാണത്.
പക്ഷേ യാഥാർത്ഥ്യം അറിയാതെയുള്ള കൽപ്പന നിരാകരിക്കാതെ നിവൃത്തിയില്ലല്ലോ കുമാര. ഗുരുപുത്രിക്ക് ചാരിത്രഭംഗം സംഭവിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനൊരു അധർമ്മം ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഞാനത് വിശ്വസിക്കില്ല. സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്ന മഹേന്ദ്രപുരി രാജാവിന് നിരപരാധിയായ സ്വന്തം പുത്രനെ വധിച്ചുവെന്ന ദുഷ്കീർത്തി ഏൽക്കാൻ പാടില്ല. ഗളച്ഛേദം നടക്കാൻ പാടില്ല. കുമാര, രാജഗുരുവിനെ തെറ്റിദ്ധരിപ്പിച്ച് രാജസമക്ഷം നിന്നെ പ്രതിയാക്കാൻ വേണ്ടി ഗുരുപുത്രിയും സംഘവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണിത്. നിന്റെ രക്തം കൊതിക്കുന്ന ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കുബുദ്ധികൾക്ക് മുന്നിൽ നാം കീഴടങ്ങാൻ പാടില്ല. ഗളച്ഛേദം നടക്കാൻ പാടില്ല. കുമാര, മഹാരാജന്റെ കൽപ്പന ഞാൻ നടപ്പിലാക്കിയേക്കാം. കുമാര, എന്തായി കാട്ടുന്നത്? കുറ്റവാളിയായ രാജകുമാരന്റെ രക്തം കണ്ട് ശിക്ഷ നടപ്പാക്കിയെന്ന് മഹാരാജന് ബോധ്യപ്പെടണമല്ലോ. ഇതാ, അവർ രക്ഷപ്പെടാനുള്ള ഭാവമാണ്. പാടില്ല. വരൂ വരൂ കുമാര.